അപ്പം ഡേ ഫസ്റ്റാണ് ഇന്ന്. നമ്മൾ ബാക്കു സിറ്റി ടൂറാണ് ഇന്ന് ഫസ്റ്റ് ഡേ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് നമുക്ക് ചുമ്മാ കിട്ടണം, അതുകൊണ്ട് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തതാണ്. കപാല നാളെ പോകാമെന്ന് വിചാരിച്ചു. കപാല ഒരു ഏകദേശം 10-400 കിലോമീറ്ററോളം ഓടാണ്ട്. അപ്പം നമ്മുടെ ഡ്രൈവർ സ്പൾബർ റഷാദാണ്. റഷാദാണ്. പിന്നെ നമ്മുടെ സവാടികൾ അജ്മലും ഇസ്മായിലൊക്കെ ബാക്കിലുണ്ട്. അല്ല, മെർസിഡീസിൻ്റെ ബെൻസിൽ തന്നെയാണ് യാത്ര, ഒന്നും കുറവാക്കിയില്ല. യെസ് റഷാദ്, ടെൽ മീ. ഹൈദരലി സെൻറ്റർ. ഓക്കെ ഇതാണ് ഹൈദരലി സെൻറ്റർ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല വൃത്തിയുള്ള റോഡുകളും അതുപോലെ തന്നെ നല്ല ക്ലീൻ സിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബിൽഡിങ് ഹൈദരലി സെൻറ്റർ. ബാക്കൂലെ ഹൈദരലി സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ. അപ്പം ഒരുപാട് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൈഡാക്കി ജസ്റ്റ് ആളുകളാണ്. അജോ, ഇതൊന്ന് വിരമിച്ചെടുത്താ എന്താ സംഭവം എന്നുള്ളത്. ഇതാണ് മക്കളെ ബാക്കു സിറ്റി, കണ്ടോളി അല്ലേ. ഇതാണ് ഫ്രണ്ട് സൈഡ് അല്ലേ. ിന്റെ ഒക്കെ ഉണ്ടല്ലേ അത്. നല്ല കാറ്റില്ല, അപ്പം ബാക്കു ഹൈദരലി സെൻറ്ററിലാണുള്ളത്. വെരി ഗുഡ്. ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? നല്ല ക്ലീൻ സിറ്റിയാണ്, നല്ല അടിപൊളി സ്ഥലം, സൂപ്പറാണ്. ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് ഓഫീസ്. 5 മനാത്ത്, ഏകദേശം 12.5 റിയാൽ, സൗദി റിയാൽ ടിക്കറ്റിന്. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് ഓക്കെ. ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള ക്യൂ ആണ്, ചെറിയ ക്യൂ കണ്ടുവിടെ. ഇതാണ് പിന്നെ ഫീസിൻ്റെത്. അഡൽട്സ് 15 മനാത്താണ്. സോഫി മ്യൂസിയം ആൻഡ് എക്സിബിഷൻ രണ്ടുപാടെ. പിന്നെ മറ്റൊരു ക്ലാസിക് കാറാണെങ്കിൽ 10 മനാത്ത്. ഓക്കെ, നോക്കാം, കയറി നോക്കാം. ഇത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഡിറ്റോറിയമാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ മീറ്റിംഗ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ടുണ്ടാണ്. ഒരു നല്ല അടിപൊളി ഓഡിറ്റോറിയം.
അപ്പം ഇനി നമ്മളുള്ളത് അതിൻ്റെ നേരെ ഇതിലൊരു സെൻറ്ററിൻ്റെ നേരെ ഐ ലവ് ബാക്കു പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം ഇപ്പോൾ ചെറിയൊരു പാർക്കാണ്, ചെറിയ കടകളും ഇപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കുന്ന തിരക്കുണ്ട്. അത് നമുക്കൊരു ഫോട്ടോ എടുക്കണം. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് പിന്നെ ബാക്കു സിറ്റി സെൻറ്ററിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ബാക്കു സിറ്റി സെൻറ്റർ. എന്താണ് പഴയ റഷ്യ ഉള്ള ടൈമിൽ വെരി ഫേമസ് ലാഡ പഴയ കാലത്തെ വണ്ടിയാണ്. നമ്മളൊരു ബ്രിഡ്ജിൽ അറബ് ശരിക്കും സെക്സായി റോഡിന്റെ ലുക്കാല്ലേ, നേരെ കൊണ്ട് ഇറങ്ങി അടിക്കൂടി ഇറങ്ങി ഇങ്ങനെ അല്ലേ. ബാക്കു സിറ്റിയിലൂടെ യാത്രയിലാണ് ഞങ്ങളുള്ളത്. ബാക്കു സിറ്റിയിലൂടെയുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് അസർബൈജാൻ ബാക്കുവിലെ ഹിൽട്ടൺ ഹോട്ടൽ. Here the formula racing, yes. This road, ഈ റോഡിലാണ് ഫോർമുല റേസിംഗ് നടക്കുന്ന റോഡാണ് ഇത്. ഓക്കെ, യെസ് ഈ റോഡാണ് ഉപയോഗിക്കൽ ഇവിടെ. What is the name of the road? This road? I think Zarifa Aliyah. Baku Boulevard. Yes. That's Baku Boulevard. Flames Start from here and go White City Boulevard. Okay. That's Baku Boulevard. This is Theatre. Flame Centers, huh? Here is Nizami Street. Yes. ഇതിലാണ് നിസാമി സ്ട്രീറ്റ് പോവാം. നമുക്ക് ഇൻഷാല്ലാ വൈകുന്നേരം ഇവിടെ വരുന്നുണ്ട്. രാത്രി ഇതിൽ കൂടെയാണ് നമുക്ക് രാത്രി കറക്കുന്നത്. Here is Maiden Tower. Yes. Maiden Tower. This one? This Maiden Tower? Yes. This right. Yeah, right side. Okay. That which tower? This is Telegulla. This restaurant. Yes. What is left side? Just like Opera House. Yeah. Here is Dennis Mall, like Diamond. Okay. Yes. ഇതാണ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്. പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് ആണ് ഇത് കാണുന്നത്. ഇതാണ് ഫൈനാൻഷ്യൽ യൂണിവേഴ്സിറ്റി അസർബൈജാൻ. ഫൈനാൻഷ്യൽ യൂണിവേഴ്സിറ്റി കോളേജാണ്. ഓൾഡ് സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഓൾഡ് സിറ്റിയാണ് ബാക്കുല. ബോർഡുണ്ട് സുൽത്താൻ മ്യൂസിയം ഇൻ ഓൾഡ് സിറ്റി.
ഇപ്പം ബാക്കു ഓൾഡ് സിറ്റിയിൽ നമ്മൾ പോകാൻ പോകുന്നത് നിസാമി സ്ട്രീറ്റാണ്. യെസ്, എക്സാക്ട്ലി നിസാമി സ്ട്രീറ്റിൽ ഒന്ന് നടന്നു നോക്കാം. ഓക്കെ, അപ്പം നമ്മളെ ചങ്കുകൾ ഇത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. നിസാമി സ്ട്രീറ്റിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ഇവിടെ. പിന്നെ ഇത് ഇവിടുത്തെ ഡെലിവറി കൊണ്ട് കൊടുക്കുന്ന വോൾട്ട് എന്ന് പറഞ്ഞ ഇതാണ്. ഫുഡ് ഡെലിവറി യാ എക്സാക്ട്ലി. ഇത് കഫേ സിറ്റി. നിസാമി സ്ട്രീറ്റിൻ്റെ ഭാഗമാണ്. കുറച്ച് നടക്കാനുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതൽ. റെസ്റ്റോറൻറ്റ്സ് ഒരു പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് നടക്കാനുള്ള ഏരിയയുണ്ട്. ഇപ്പോൾ സൈഡിൽ നല്ല തണുപ്പാണ്. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ശരി നടക്കാം. നിസാമി സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കണം. ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ കയറിയതാണ്. പിന്നെ നല്ല അടിപൊളി സ്ട്രീറ്റ് ലാൻഡാണ്. നല്ല അടിപൊളി ബക്ലാവയാണ് നമ്മളെ സൗദിയിലൊക്കെ കിട്ടുന്ന. We are going to Georgia. Okay. Georgia? Yeah. And after home? നിങ്ങളൊന്നും വാങ്ങാൻ കയറിയല്ലാന്ന് ഉറപ്പാണ്. കാരണം ടേസ്റ്റ് നോക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരിക്കും. How they do in Georgia? 3 days. No problem. What is that? This is Azerbaijan baklava with walnut and chocolate. Walnut and chocolate. There. പൊന്നാര പൊങ്ങളെ ഇതിങ്ങളൊന്നും വാങ്ങൂല. വെറുതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കണ്ട് കയറിയതാണ്. ആണ് അസർബൈജാൻ്റെ ഓൾഡ് സിറ്റിയിലുള്ള പഴയ കാലത്ത് നിർമ്മിച്ച കോട്ടയാണിത്. ഓക്കെ, അപ്പം കാണാം. ടൂറിസ്റ്റ് ഇൻഫർമേഷൻസിൻ്റെ പിന്നെ പഴയകാലത്തെ കെട്ടിടങ്ങളും അതുപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെയാണ്. നോക്കി ഇതൊക്കെ തന്നെ പഴയകാലത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാര്യമായിട്ട് കാണാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. ഓക്കെ, ബാക്കൂലുള്ള ഇതാണ് വൈൽ കലാസ്. അതാണ് റെസ്റ്റോറൻറ്റ് ഉള്ളിൽ കയറി. നല്ല എ സിയുള്ള റൂം ഒട്ടിയുണ്ടേ തണുപ്പിൻ്റെ. ഇത് നമ്മളെ പശുവിൻ്റെ തോലാണ് ഒട്ടിച്ചു സ്റ്റഫ് ചെയ്താണല്ലേ. യെസ്, ഇത് തെറ്റി ധരിക്കണ്ട. പിന്നെ ബിയറും ഇതൊന്നുമല്ല.
ഇത് ഇവിടുത്തെ ജ്യൂസാണ്. എന്താ ഇതിന്റെ പേര്? എക്സ്പ്ലെയിൻ ചെയ്തത്. ഗിവ് മീ ദ ബോട്ടിൽ ജസ്റ്റ് ഐ വാണ്ട് ടു ഷോ. ഇത് പിയർ ഇത് ചെയ്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് അതിനെ വാറ്റിയിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നതാണ്, പിന്നെ കോൾഡ് ചെയ്യണം നമ്മളെ ഇതുപോലെ. ഇതൊരു പ്രത്യേക പ്രിസർവേഷൻ ആണ്. ഈ സാധനം നല്ല എന്താ പറയാ, അത് ശരീരത്തിന് ഒരുപാട് ഈ ഹോട്ട് വെതറിൽ ശരീരത്തിന് എന്താ പറയാ വളരെ നന്നായിട്ട് കോൾഡ് ആക്കി ചിൽഡ് ആക്കി നിലനിർത്താൻ പറ്റുന്ന ഒരു പ്രത്യേക ഡ്രിങ്ക് ആണെന്നാണ് പറഞ്ഞത്. സർവേഷൻ ഫേമസ് ആണല്ലോ ഇവിടെ. ഇവിടുത്തെ ഫേമസ് ഡ്രിങ്ക് ആണ്. ആർമൂത്ത് എന്താ പറയാ, ഇത് നോൺ ആൽക്കോളിക് ആണ്. ആർക്കും കുടിക്കാതില്ല. ആൽക്കോൾ ഒന്നും നമ്മളെ മൂസിയൊക്കെ കുടിക്കൂലേ, സെയിം. ഓക്കെ, താങ്ക് യു. ഇത് കബാബിൻ്റെ കൂടെ ഉള്ളതാണ്. പൊട്ടാറ്റോ ഉണ്ടല്ലേ, പൊട്ടാറ്റോ ഫ്രൈ. അപ്പോൾ നമ്മൾ എത്തിയത് ഇനി ഡെന്നീസ് മാളാണ്. ഡെന്നീസ് മാളിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഡെന്നീസ് മാൾ. ഓക്കെ, പിന്നെ അതിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ കാസ്പിയൻ സീ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ അതാണ് കാർപ്പറ്റ് മാൾ. അവിടേക്ക് നമുക്ക് പിന്നെ പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഡെന്നീസ് മാളിൻ്റെ ഉള്ളിലേക്ക് പോയി എന്തൊക്കെയുള്ള മാളാണ്. കാര്യമായിട്ടൊന്നും ഇതാണ് ഇഷ്ടം മാൾ. വാജോ സ്മൈൽ പോലെ ഡെന്നീസ് മാളിൻ്റെ എൻട്രൻസ് ആണ്. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ അതെന്താ മുകളിൽ കഴിഞ്ഞ് പോരാനുള്ളതാണ് നമുക്ക്. ചെറി ചൈനൻ്റെ വണ്ടിയാണ്. ചെറി ഇക്യൂസ് അത് സമ്മാനം കൊടുക്കാം. ചാർജ് ദീവിയാണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്. അറിയില്ല അഡ്വർടൈസ്മെൻറ്റിന് വെച്ചാണോ അതോ വല്ല ഗിഫ്റ്റ് കൊടുക്കാനാണോ അതല്ല. കാസ്പിയൻ സീൻ്റെ ഒരു ഉണ്ടാക്കി വെച്ചതാണ് അവിടെ. എന്താ സീ ബ്രീസ് റിസോർട്ടിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഈ മാളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന തന്നെ പിന്നെ കാസ്പിയൻ സീൻ്റെ ഒരു ഭാഗത്തേക്ക് കേട്ടോ ഞാൻ കാണിച്ചു തരാം. യെസ്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഒരുപാട് നടക്കാനുള്ള ഏരിയ ഉണ്ട് തോന്നുന്നു. വാവ്, അടിപൊളി സ്ഥലം. നല്ല കാറ്റുണ്ട്, അടിപൊളിയാണ്. നല്ല ബിൽഡിങ്ങൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇത് പുതിയ പോയിരുന്നൊരു ബിൽഡിങ്ങാണ്, പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. മോളിൻ്റെ മുകളിലുള്ള മാതിരി തന്നെയാണ്. പിന്നെ ഫുൾ ഫുഡ് കോർട്ടാണ് മുകളിൽ, ഏറ്റവും മുകളിൽ. പിന്നെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്ത് നല്ല അടിപൊളി സ്ഥലം. Salam. How are you? Good. Yeah.
From this this is closing ceremony in school. Yes, very good. It's graduation. Yeah, graduation day today. Okay, very good. Thank you so much. അതാണ് കാർപ്പറ്റ് ബിൽഡിംഗ് കാണുന്നത്. കാർപ്പറ്റ് മ്യൂസിയം, കാർപ്പറ്റ് ബിൽഡിംഗ്, കാർപ്പറ്റ് മ്യൂസിയം എന്നൊക്കെ പറയാം. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. അത് കാണണം. കാസ്പിയൻ സീ ആണല്ലേ അത്? നമ്മളിപ്പോൾ കയറിയ ബിൽഡിങ്ങിൻ്റെ ഈ ഷോപ്പിംഗ് മാളിൻ്റെ ഡെക്ക് എന്നുള്ള വ്യൂ ആണ്. അതെ അതെ അതെ. ഇന്ന് ഇവിടെ സ്കൂൾ ക്ലോസിങ്, സ്കൂള് കോളേജ് കാര്യങ്ങളൊക്കെ ക്ലോസ്. അതിൻ്റെ പേരെന്താണ്? ഇത് കാർപ്പറ്റ് മ്യൂസിയം. അതല്ല, അപ്പം ഇതാണ് കാർപ്പറ്റ് മ്യൂസിയം, കാർപ്പറ്റ് മാള്, കാർപ്പറ്റ് ബിൽഡിംഗ് ഒക്കെ പറയാം. ഓക്കെ, Everyone's corner, there's stuff around it. നല്ല രസമായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. കാർപ്പറ്റ് മടക്കി വെച്ച മാതിരി. പ്ലെയിൻ ടവർ ഉണ്ടായത് ബാക്കിൽ. ഒക്കെ ക്യാപ്സിയൻ സീൻ്റെ സൈഡിലൂടെ തന്നെയാണ്, സൈഡിൽ തന്നെയാണ് ഇതൊക്കെ ഉള്ളത്, ബിൽഡിങ് കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി സ്ഥലം, വൈകുന്നേരമൊക്കെ നടക്കാൻ ഇറങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. പാർക്ക് കാര്യങ്ങളൊക്കെ എല്ലാ സെറ്റപ്പും. ഇതിൻ്റെ സൈഡിൽ നിന്നും കാണിച്ചു തരാം വ്യൂസ്. വേസ്റ്റ് ഇടാനുണ്ടാക്കിയ നല്ല രസമുണ്ട്. എന്താ പോലീസ് കള്ളനെ കൊണ്ടുവരുന്ന മാതിരി ഉണ്ടല്ലോ എൻ്റെ ആൾക്കാർ. വെരി ഗുഡ്. ഇത് അസർബൈജാൻ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും വെസ്റ്റ് ഏഷ്യയാണ്. ഏഷ്യയിലല്ല, ഏഷ്യൻ്റെ വെസ്റ്റ് ഏഷ്യ. പണ്ട് സോവിയറ്റ് ഭരണകാലത്ത് റഷ്യൻ്റെ കയ്യിലായിരുന്നു, സോവിയറ്റിൻ്റെ കയ്യിലായിരുന്നു. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തതാണ് അസർബൈജാന്. ചരിത്രം കുറേ ഉണ്ട്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല കേട്ടോ. അതിനെ പറ്റി പറയാൻ അറിയുന്ന ഇത് പറഞ്ഞു തരാനുണ്ടാകാം. ഇറ്റ്സ് വെരി ഗുഡ്. തടാകമൊക്കെ ഉണ്ട്. ഇത് ബോട്ട് ചവിട്ടി പോകണം തോന്നുന്നുണ്ട്. അപ്പോൾ ജാസിയെ നമ്മൾ അങ്ങനെ വീണ്ടും നമ്മൾ ഫ്ലെയിം ടവറിൻ്റെ അഭിമുഖമായിട്ട് മ്യൂസിയം, കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ മുന്നിലാണുള്ളത്. ഇതേ കാർപ്പറ്റ് മ്യൂസിയം, അതിലേക്ക് കയറാൻ പോവാണ്. ജാസിമ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ തടിയൻ കാക്ക അവിടെ തളർന്ന് ഇരുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ ഭാഗത്തൊരു ബോട്ടിങ്ങും കാര്യമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പിന്നീട് കാണിക്കാം. ചിലപ്പോൾ ജാസി എടുത്തിട്ടുണ്ടാവും. ജാസിയെ എവിടുക്കാം? ഫ്ലെയിം ടവർക്ക് കയറാനുള്ള പരിപാടി ഉണ്ടോ? ഫ്ലെയിം ടവർ ഇന്നല്ല, മറ്റന്നാളല്ല പറഞ്ഞത്. കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ കാർപ്പറ്റ് ബിൽഡിംഗ് എന്നൊക്കെ പറയാം. എങ്ങനെ പറഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണിത് മടക്കി വെച്ചത്. കാർപ്പറ്റ് ബിൽഡിംഗ് തന്നെയാണ് സത്യത്തിൽ. ഇത് കാർപ്പറ്റ് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലോറിലും. ഓക്കെ, ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു തടാകാട്ടോ. ചെറുതായിട്ട് കെട്ടില്ല. കുട്ടികളും വലിയവരൊക്കെ ആ ബോട്ട് തോണിയെടുത്ത് കണ്ട് ഇങ്ങനെ ചവിട്ടി കറങ്ങുന്ന ഒരു സ്ഥലം. നല്ല അടിപൊളി ഒരു സ്ഥലം. അതേമാതിരി കാർപ്പറ്റ് മാളിൻ്റെ തൊട്ടടുത്ത് തന്നെ അടിപൊളി അടുത്താണ്. നല്ല രസമുള്ള സ്ഥലമാണ് ഇപ്പോൾ. നല്ല രസമുള്ള സ്ഥലം, ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറയല്ലോ, ബാക്കുലെ ഈ പറഞ്ഞോളൂ. ഊതി അവൻ്റെ കഴിയും. അടിപൊളി. ഇത് രസമാണ് നടക്കാനിങ്ങനെ. എത്ര കിലോമീറ്റർ ഉണ്ട്, ഇങ്ങനെ നടന്നു പോകും.
ഇത്രയും വൃത്തിയാണ്. ഓക്കെ ജസ്റ്റ് ഞാൻ വരാം. സ്റ്റെയറുണ്ട്, ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമുക്ക് എന്താ ഇവിടെ നിന്ന് മോളിൽ നല്ലൊരു വ്യൂ. ലിറ്റിൽ വെനീസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ വെനീസ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അത് വെനീസ്. അസർബൈജാനിലെ വെനീസിയ റെസ്റ്റോറൻറ്റ്, ലിറ്റിൽ വെനീസിയ എന്ന് പറഞ്ഞ സ്ഥലമാട്ടത്. നല്ല രസം, അടിപൊളിയായിട്ട് നടക്കാനും എല്ലാ തണുത്ത കാറ്റും. ബീച്ചാണ് റൈറ്റ് സൈഡിൽ, ബീച്ച് സൈഡാണ്. ഇതിൽ കയറാനും നല്ല ക്യൂ ഉണ്ട് കേട്ടോ. അവിടെ ചെറുങ്ങനെ ക്യൂ ഉണ്ട്, ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കണം. അടിപൊളി പ്രൈമാണ്. അസർബൈജാൻ കൊടിമരമാണ്. ഇത് ഒരു പിന്നെ മുകളിലേക്ക് ഇതിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ട്രെയിൻ എന്ന് പറയാൻ ഒരു 10 ആൾക്കാർ ഇരിക്കണ ട്രെയിൻ. ഇതിൽ ഇങ്ങനെ മുകളിലേക്ക് പോയി അതേമാതിരി തിരിച്ചു വരുന്ന ഒരു സ്ഥലമാണ്. നല്ല കേട്ടോ, ചെറിയൊരു ട്രെയിനാണ്. ഓക്കെ, കുറച്ച് ആൾക്കാർ കയറ്റി മുകളിലേക്ക് പോകും. ഇതാണ് ബസ്സിൻ്റെ അല്ലെ ട്രെയിനിൻ്റെ രണ്ടും പറയട്ടോ. ട്രെയിനാണ്, പാലമോ കൂടെയാണ് പോകുന്നത്. അപ്പം ഗൈസ് നമ്മൾ പോവാണ് മുകളിലേക്ക്. ഒരു ഹൈ ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു വീഡിയോ ആണ്. മരത്തുമലൊക്കെ തട്ടുണ്ടല്ലോ ട്രെയിന്.
അടിപൊളിയാണല്ലോ. നമുക്ക് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഫ്ലെയിംസ് ടവറിന്റെ അടുത്തുനിന്ന് ഇവിടെ കയറി എത്തി. ഇല്ല, എന്തിനാ ഇന്നത്തോട് കഴിഞ്ഞില്ലേ? വാവ്, അസർബൈജാൻ്റെ ഫ്ലെയിം ടവറിൻ്റെ അടുത്ത് എത്തിന്. ഓക്കെ, ഇത് അവരെ റിപ്പബ്ലിക് മിലിറ്ററി എന്താണ് എന്തൊരിതാണ് സംഭവം അവിടെ ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, ആണ് ഫ്ലെയിം ടവർ. വാവ്, സൂപ്പർ. അപ്പോൾ ഫ്ലെയിം ടവറിൻ്റെ ചോടാണല്ലോ കേട്ടോ. അടിപൊളി ടവറാണ്, അടിപൊളി. ഇത് അസർബൈജാൻ്റെ മിനിസ്ട്രിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. മിനിസ്ട്രിൻ്റെ ബിൽഡിങ്ങാണ് ഫ്ലെയിം ടവറിൻ്റെ. അതാണ് ഈ ഐലാൻഡിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ, താഴെയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ അസർബൈജാൻ്റെ സിറ്റി മൊത്തം കാണാം. അതുപോലെ കുറച്ചുകൂടി മുകളിൽ പോയി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാണാം. അവിടെ ഒരു പള്ളിയുണ്ട്, ഉണ്ടാക്കുന്ന സ്ഥലമാണ്. എന്താ അടിപൊളി സ്ഥലല്ലേ. മുകളിലോട്ട് നോക്കി കഴിഞ്ഞാലേ അവിടുന്ന് നോക്കിയാൽ കാണണ്ടാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടി നടന്നു നോക്കും മുന്നോട്ടേക്ക്. അവിടെ നല്ല അടിപൊളി സീൻ, ആ ബീച്ചിൻ്റെ സീനൊക്കെ കാണാൻ കഴിയുന്നതാണ്. ബീച്ച് നല്ല അടിപൊളിയായിട്ട് ബീച്ച് സൈഡ് കംപ്ലീറ്റ് കാണാം റൈറ്റിൽ. അപ്പം അവിടെ എത്തിയിട്ട് അടുത്ത് വീഡിയോ എടുത്തു തരാം. അപ്പം ഇതാണ് പിന്നെ മാഹിർ വക്കാഫി, ഒരുപാട് ആൾക്കാരെ മരണപ്പെട്ട ആൾക്കാർ ഒരുപാടുണ്ടല്ലേ. What's the what is it? 1990. No, which war? Jan 20th. War. It was attacked by Soviet Union. സോവിയറ്റ് യൂണിയൻ അറ്റാക്ക് ചെയ്തപ്പം പിന്നെ മരിച്ച ആൾക്കാരെ ഇതാണ്. ഓക്കെ, അവരുടെ ഫോട്ടോകളും അവരുടെ ഒരുപാട് പേരെ സോവിയറ്റ് യൂണിയന്റെ അറ്റാക്കിൽ യുദ്ധത്തിൽ അല്ലേ, യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ. ഓക്കെ, ഒരുപാട് പേരുണ്ട് അല്ലേ. 1990-ലോ 90-ല് 1962 ജനിച്ച് 90-ല് മരിച്ചു. അതന്നെ 20-ാം തീയതിയാണ് വെടിവെപ്പ്. 20-1-1990-ലുണ്ടായ സോവിയറ്റ് യൂണിയൻ അറ്റാക്കിൽ മരണപ്പെട്ടവരാണ് അല്ലേ. ഒരു മെമ്മോറിയൽ ടെമ്പിൾ ആണ് അല്ലേ. യെസ്, സൂപ്പർ സ്ഥലമാട്ടോ, ഒന്നും പറയാനില്ല. അതിൻ്റെ മുകളിൽ കുറച്ച് നടന്നും കൂടെ എത്താണ്ട് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വീക്ഷിക്കാം. അത് തന്നെയാണ്, സ്തൂപം തന്നെയാണ്. ഇന്നാണ് തോന്നുന്നുണ്ട് ആ സ്തൂപിന് അവരല്ലേ. ഇത് എന്താ എത്രാം തീയതി? അതല്ലേ നമുക്ക് കാട്ടി കൊടുക്കാം. ഫ്ലവറൊക്കെ വെച്ച് കണ്ട്
ഉള്ള അടുത്തേക്ക് പോയാൽ പോണ്ടല്ലേ നല്ല തീ ആളി കത്തുന്നുണ്ട്.